പ്രിയമുള്ളവരെ, ഈ വീഡിയോ മുഴുവൻ കാണാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. നമ്മളിൽ ആർക്കും ഈ ഒരു ഗതി വരാതിരിക്കാൻ ദൈവത്തോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇത്തവണ പുതുവർഷം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തത് തളിപ്പറമ്പ് നാടുകാണിയിലെ അൽമക്കറിന്റെ കീഴിലുള്ള സ്നേഹഭവനിലായിരുന്നു. 40ഓളം വരുന്ന ആരോരും നോക്കാനില്ലാത്തവർക്ക് ആശ്രയമായ ഒരു സ്നേഹക്കൂടാരം. പ്രവാസികളുടെ പ്രതിനിധികളുമുണ്ട് ഈ കൂട്ടത്തിൽ. 30 വർഷത്തോളം കാലം UAE ജോലി ചെയ്ത് കുടുംബം പോറ്റിയ ജോർജേട്ടൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോവാൻ തയ്യാറായപ്പോൾ വീട്ടുകാർ ജോർജേട്ടന് ഇനി ആവശ്യമില്ലെന്ന് അറിയിച്ചു. അല്ലേലും പ്രവാസികൾ പലപ്പോഴും കറവ പശുവാണല്ലോ. കറവ വറ്റുന്നത് വരെയേ ഞങ്ങളെ പലർക്കും വേണ്ടൂ. എന്നാൽ ജോർജേട്ടന് ഇന്ന് വലിയൊരു കുടുംബമുണ്ട്. സ്നേഹഭവനിലെ സ്നേഹം വാരിക്കോരി നൽകുന്ന കുറേയേറെ പേർ. ഇക്കൂട്ടത്തിൽ കുറച്ചുപേർ അനാഥരാണ്. എന്നാൽ കുറേയേറെ പേർക്ക് കുടുംബമുണ്ട്, പേരും പെരുമയുമുള്ള മക്കളുമുണ്ട്. കൂട്ടത്തിൽ ഒരു ഉപ്പയുടെ മകൻ ഡോക്ടറാണ്. സ്വന്തം മനസ്സിനെ ചികിത്സിക്കാൻ കഴിയാത്ത ഡോക്ടർ നാട്ടുകാരെ ചികിത്സിച്ചിട്ട് പിന്നെന്ത് കാര്യം? ജോലി എവിടെയായിരുന്നു? ബിസിനസ് മേലായിരുന്നു. ഓക്കെ. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു കാരണം? അതായത് പ്രവാസിയുടെ അല്ലേ, നമ്മുടെ പൈസ മാത്രം മതി, അല്ലാതെ നമ്മളെ വേണ്ടാന്നുള്ളത്. എന്താ പേര്? ആരിസ്. കുടുംബത്തിലാണ്. ഇവിടെ നൂറുദ്ദീൻ. എവിടെ സ്ഥലം? ആലപ്പുഴയാണ്. ഓക്കെ. എത്ര വർഷം ഇവിടെ? ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. 3 മാസം. ഇവിടുത്തെ വയറിംഗിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നോക്കിയാ ആണല്ലേ. ഇവിടെ പേരെന്താണ്? അബ്ദുൽ സലാം. എവിടെ സ്ഥലം? പയ്യന്നൂർ തന്നെയാണ്. ഓക്കെ. ഇവിടെ നൂറുദ്ദീൻ. എവിടെ സ്ഥലം? എറണാകുളത്താണ്. എറണാകുളത്ത് എവിടാ? അർഷാദ് ഭായി എന്തുണ്ട്? സ്ഥലം എവിടെയാ? കാര്യമായിട്ട് പറയണം. എത്ര വർഷം ഇവിടെ? എന്താണ്? അബ്ദുൽ സലാം. എവിടെ സ്ഥലം? കൂടാണ്. പുതിയങ്ങാടി. നല്ല പാട്ടുകാരെല്ലാം കണ്ണൂരെടാ? അഴീക്കോടാ. ആ, പാട്ട് പാടുവോ? രണ്ടുപേര് നാണം വന്നോ? രണ്ടുപേര് പാടുവോ? നല്ല ഡ്രൈവറായിരുന്നു. ഇപ്പൊ ചെറുപ്പത്തിൽ ഒഴിവാക്കിയിട്ട് പോയി, കഷ്ടപ്പെട്ട് പോറ്റിയതാണ്. സാറിന് ലൈസൻസ് ആക്കിയിട്ട് ഒരു പിക്കപ്പ് ഡ്രൈവറായിട്ട് ജോബ് സ്റ്റാർട്ട് ചെയ്ത. ലൈസൻസ് ഉണ്ടായില്ല ഇപ്പൊ? നോക്കാ പുതുക്കിയിട്ട് വണ്ടിയിൽ എടുത്തിട്ട് ഇറങ്ങണ്ടേ? അങ്ങനെ പറയില്ല. പറ്റിയെന്താന്നറിയാം, ഒരു ന്യൂ ഇയറിന്റെ സമയത്ത് വെപ്പിലങ്ങാട് ബീച്ചിലേക്ക് ട്രിപ്പ് വിളിച്ചിട്ട് പോയതാണ് ഡ്രൈവറായിട്ട്. എന്റെ വണ്ടി പോയ ടീം എന്തോ അലമ്പ് കാണിച്ച് നാട്ടുകാർ വന്നപ്പോ അവർ ഓടിക്കാണ്. വന്നവർക്ക് കയ്യിൽ കിട്ടിയത് വേണം തലയിൽ. ഒരു ന്യൂ ഇയറിന്റെ രക്തസാക്ഷി അല്ലേ ജീവിക്കുന്ന? കൊറേയായി. ഇന്നിപ്പോ പുതിയ വർഷം അറിയാം. മുഹമ്മദ് ഷാഫി. ഓക്കെ. നാട്ടിലെവിടെയാ? കാസർഗോഡാണ്. കാസർഗോഡ് എവിടാ? ചെർക്കള. ഓക്കെ ഓക്കെ. പേര് നിങ്ങൾ ഭയങ്കര ഇരുത്താണല്ലോ. എന്തെല്ലാം ഞാനിരിക്കാം. എന്താണ് പേരെന്തായിരുന്നു? ഞാനിരുന്ന പൊട്ടുമൊക്കെ മരത്തിന്റെ ഇത് ഇരുമ്പിന്റെ ഇരുമ്പിന്റെ അപ്പൊ പൊട്ടൂല. പേരെന്താ പറഞ്ഞേ? അബൂബക്കർ. എവിടെ സ്ഥലം എവിടെയാ? കോട്ടയത്താണ്. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 3-ാമത്തെ വർഷമാണ്. ഹാപ്പിയാണ് ഇവിടുന്ന്? ചികിത്സ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അത്രേ ഉള്ളൂ? ആള് ഉഷാറാണ്. ആള് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കോട്ടയത്ത് നിന്ന് വരുന്ന സമയത്ത് 3 വരെ കൊണ്ടുവന്നവരെ വണ്ടി നിർത്തിയെന്നാ പറഞ്ഞു. ഇപ്പൊ മരിച്ചോ അത്രയും കണ്ടീഷനിൽ വന്നു. ഭാര്യയും മക്കളൊന്നും നോക്കാത്ത ആ ഒരു ടെൻഷൻ. ഇവിടെ വന്നപ്പോഴും ചിലപ്പോ ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കലാണ്. ഇവിടുന്ന് ആടും കാര്യങ്ങളൊക്കെ ആയി മൂപ്പര് ജോലിയായി. ആടിനെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആടുണ്ടല്ലോ മുന്നില്. ആട്ടിന്റെ ഉപ്പയാണ് വീട്ടിൽ. സ്വന്തം മക്കളെ നോക്കുന്നാലും അങ്ങനെ നോക്കും. വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നത്? പെങ്ങന്മാരും അനിയന്മാരും ഒക്കെ. മക്കള് അങ്ങനെ? മക്കൾ 2 പേരുണ്ട്. 2 പേരും ഇപ്പം എന്താണ് പുറത്തുണ്ടോ? അല്ല ഇവിടുത്തെ എവിടെയാണ്? ഒരാൾ ഉസ്താദ്, ഒരാള് പിന്നെ മൊബൈലിന്റെ കട. ഒരാൾ ഉസ്താദാണ്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉസ്താദെ, നമ്മൾ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അല്ലേ? അബ്ദുസമദ് അമാനിയാണ് നമ്മുടെ ഇവിടെ. ഷെഫീൽ, നിസാം അവരൊക്കെ ഇവിടെ നമ്മുടെ അൽമക്കർ സ്നേഹഭവനിൽ വന്നിരിക്കുകയാണ്. 35ഓളം അന്തേവാസികൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരു 7 വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ട കൻസുലുമ ചിത്താരി ഉസ്താദും PK ഉസ്താദൊക്കെ ഭട്ട് ഉസ്താദൊക്കെ തുടങ്ങിയത്. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട പാവപ്പെട്ട ഒരുപാട് ആളുകൾ, മക്കൾ നോക്കാനില്ല, ആരും നോക്കാനില്ല, തെരുവിൻ്റെ മക്കളായി ജീവിച്ച ഒരുപാട് ആളുകൾ, രോഗം കൊണ്ട് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അവരൊക്കെ സ്വന്തം ബാപ്പയേക്കാൾ സന്തോഷത്തിൽ നോക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ട മിഥിലാജ് അമാനി, അതുപോലെ നമ്മൾ ഒരുപാട് അമാനികൾ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അവർ വളരെ സന്തോഷത്തോടെ അവരെ പരിചരിക്കുന്ന ഒരു കേന്ദ്രമാണ് അൽമക്കർ സ്നേഹഭവൻ. വലിപ്പം ചെറുതാണെങ്കിലും മനസ്സ് വലുതാണല്ലേ കുറെ ആള് വലുതാണ്. ഇന്നുണ്ട് രാത്തല്ലേ? എവിടെ സ്ഥലം? വയനാട്ടിലാണ്. വയനാട്ടിലെവിടാ? മേപ്പാടിയാണ്. എത്ര വർഷമായി ഇവിടെ? 2 കൊല്ലം കഴിഞ്ഞ്. നാട് വയനാട് എന്ന് പറയുന്ന ജനിച്ചു വളർന്ന ഒരു ബന്ധേ ഉള്ളൂ. അതേ ഉള്ളൂ. ശരിക്കും സെയ്താലിക്കാർ 6-ാമത്തെ വയസ്സിൽ ഉപ്പ മരിച്ച് 9-ാമത്തെ വയസ്സിൽ വയനാട് തേയിലത്തോട്ടത്തിൽ താമസിക്കുന്നത്, ഷെഡ് കെട്ടിയിട്ട് താമസിച്ചിട്ട് ജോലി ചെയ്യുന്നതിന് മുമ്പ് ഉമ്മയും മരിച്ചു 9-ാമത്തെ വയസ്സ്. അവ കയറി കിടക്കാൻ ഒരു പരവരില്ലാത്ത രൂപത്തിൽ 9-ാമത്തെ വയസ്സ് നമുക്ക് പൂർണ്ണനായി അനാഥനായി. പിന്നെ വളരെ ചെറുപ്പത്തിലേ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ചെറുപ്പത്തിലെ ബോംബെയിലേക്ക് നാട് വിട്ടു. മൂപ്പറെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ്. അച്ചപ്പൂന്റെ അച്ചപ്പാണ് ഇവിടുത്തെ ആദ്യത്തെ മെമ്പർ അല്ലേ? ആദ്യത്തെ മെമ്പർ. ഓ, അച്ചപ്പ് തുടങ്ങി വെച്ചാണ് അല്ലേ? ഇന്ന് വളർന്ന് പന്തലിച്ച് ഒരുപാട് 10-40 എത്ര പേരുണ്ട് ഇപ്പം? ഇപ്പൊ 40 ആള്. 40 ആളുണ്ട്. ഒന്നാമനാണ്. ഇപ്പൊ 40 ആളാണ്. 300-ലധികം ആളുകൾ ഇവിടെ വന്നുപോയി. പലരും മരണപ്പെട്ട്. എങ്ങനെയാ? ക്യാരം ബോർഡ് കളിക്കും. പുസ്തകന്മാരുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കളിക്കാം. പൊട്ടിച്ചിനാ ക്യാരം ബോർഡിലാ? ഉസ്താദുണ്ട്, അല്ലെങ്കിൽ ഞാനും നിൽക്കുമായിരുന്നു. നിങ്ങൾ നല്ല സ്ട്രൈക്കർ അല്ലേ? ഈ വിരലുകൊണ്ട് എത്ര കോയിൻ ഇട്ടിട്ടുണ്ട്? ജയിക്കലുണ്ടോ? ഇൻഷാ അല്ലാ. നമുക്കിനി ഉസ്താദ് ഇല്ലെങ്കിൽ ഇവിടെ വാങ്ങിച്ചത് നമുക്ക് വേറെ എവിടെയെങ്കിലും സെറ്റാക്കിയിട്ട് ഒരു കളിയെല്ലാം കളിക്കണം അല്ലേ? കാണുന്നില്ല അല്ലേ? ഓക്കെ. എവിടെയാ സ്ഥലം? എവിടെയാണ് രമേശ് ചേട്ടൻ്റെ? ഷൊർണൂരാണല്ലേ? ഷൊർണൂരാണ്. രമേശ് ചേട്ടൻ പാട്ട് പാടുന്ന് പറയുന്നിട്ട് അല്ലേ? ഒരു 2 വരി വന്നു. ഒരു 2 വരി. ആ പാട്ട് കേട്ടിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് പാടുന്നാണ്. വയസ്സായി ദാസേട്ടനൊക്കെ ഇപ്പം പാട്ട് പാടുന്നില്ലേ? അത് ശരി, നമുക്ക് പ്രായമല്ലേ. ആര് പറഞ്ഞു? ഇപ്പം കാണാൻ ചെറുപ്പമാണ്. 2 വരി പാട്. ಏನು ಕನ್ನಡತಿ ಏನು ಮಾಡುತ್ತೀಯಾ, ಏನು ಕನ್ನಡತಿ ಏನು ಹೇಳ್ತೀಯಾ, ಏನು കന്നഡത്തി. ഷാക്കിർ ഷാക്കിറും പാടും, പക്ഷെ ഇപ്പം പാടില്ല, രാത്രിക്കാ പാടും. നല്ല അടിപൊളിയായിട്ട് എല്ലാരും ഉറങ്ങിയാ പാടൂല്ലേ? നല്ല പാട്ടാണ്. നല്ല പഴയ ഓപ്പറേഷനിൽ പഴി പറ്റിയ അല്ലേ? ഓപ്പറേഷനിൽ എന്തോ ഗീതാടിക്ക് തീരെ പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് അവരുടെ വീട്ടുകാരിപ്പം ഇവിടെ വന്നു നോക്കും, അങ്ങനൊന്നും ഇല്ല. ഷാക്കിറിന്റെ പ്രായമായ ഒരു ഉമ്മയാണ് വീട്ടില്. നമുക്ക് മുഴുവൻ കെയർ ചെയ്യാൻ പറ്റും. ഒരു സൈക്കാട്രിയും കൂടിയാണ്. ഒരാപ്പനുണ്ടായിരുന്നു ക്യാൻസർ ആയിട്ട്. നമുക്കെല്ലാം ഒരു കാര്യം പറഞ്ഞാലേ ഭാര്യ മരിച്ചു പോയാൽ നമ്മളെ ആരും നോക്കില്ല. ഭാര്യ മരിച്ചാൽ മക്കള് നോക്കൂലേ? മക്കള് ഒരു ആൺകുട്ടി, അത് ശരിയില്ല. അതുകൊണ്ട് ഭാര്യന്റെ പറ്റിയെടുത്ത് നമ്മളോട് തല്ലിക്കൊണ്ട് പറയും. അപ്പൊ പോയാ അപ്പൊ ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാവും. ഭാര്യ പോയാ പോയി, മക്കള് നോക്കൂലെന്ന് പറയുന്നത്. അവസാനം കഴിഞ്ഞു. പക്ഷെ അമ്മ ഒന്നില്ലേ? അമ്മ നിങ്ങളെ മക്കൾ തന്നെയല്ലേ? അമ്മ നോക്കുന്നില്ലേ? പിന്നെന്താ വേണ്ടേ? ഇതന്നെ ഈ നാട്ടുകാരനാണ്. പന്നിയൂര്. ചെറുപ്പത്തിലെ നാട് വിട്ടാണ്. ഭക്ഷണം കഴിക്കാന്നില്ല. അങ്ങനെ ആരോഗ്യമുള്ള കാലത്ത് കൈക്കോട്ട് പണി അതൊക്കെ എടുത്തിട്ട് ജീവിച്ച് ആരോഗ്യം ക്ഷയിച്ചപ്പോ 8 വർഷത്തോളം ചെറുപ്പത്തൂര് ആക്കി വർക്ക് ചെയ്ത് ജീവിച്ചാണ്. വേങ്ങാട് എന്ന് പറയുമ്പോൾ അഞ്ചരക്കണ്ടി, കൂത്തുപറമ്പ് വേങ്ങാട് കേട്ടിട്ടില്ല? ഷാറിനെ റാത്തന്നെ. ഈ ഒരു സ്ഥാപനത്തിന് സപ്പോർട്ടും സഹായവും സഹകരണവും ഞങ്ങളാണ് നൽകേണ്ടത്. ഒരുപാട് ആഘോഷങ്ങൾ ഞങ്ങളൊക്കെ നടത്താറുണ്ട്. അത് നമ്മുടെ കല്യാണങ്ങളാകാം, അല്ലെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ, ജന്മദിനങ്ങളാകാം. ആ ഒരു സമയത്തൊക്കെ ഇവരുടെ കൂടെ നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റും.